അനുപമമായ 11 ദിവസങ്ങൾ. തിരുഹൃദയ വണക്കമാസത്തിലെ 11-ാം ദിനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏവർക്കും കർത്താവായ ദൈവത്തിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ കർത്താവായ ഈശോമിശിഹ കാൽവരിയിലെ കുരിശിൽ മണ്ണിനും വിണ്ണിനും മധ്യേ കിടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവിടുന്ന് ചെയ്തൊരു പ്രാർത്ഥന ഏറ്റവും അർത്ഥവത്താണ്. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എല്ലാം പൂർത്തിയായപ്പോൾ ശിരസ്സു ചായ്ച്ച് അവിടുന്ന് മരിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയായിരുന്നു ഈശോയുടെ മനുഷ്യാവതാര ഉദ്ദേശം. പിതാവ് നിശ്ചയിച്ച സമയം അവിടുന്ന് ലോകത്ത് പിറന്നു. പിതാവിൻ്റെ പദ്ധതിക്ക് അനുസരണം അവിടുന്ന് പ്രവർത്തിച്ചു. അവസാനം ദൗത്യത്തിൻ്റെ പൂർത്തിയിൽ അവിടുന്ന് മരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പിന്നിൽ അദൃശ്യമായ ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. ഞങ്ങളുടെ സമാധാനവും ആശ്വാസവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. കൃപ നിറഞ്ഞ ഈശോയെ, അങ്ങേ പിതാവിൻ്റെ തിരുമനസ്സിനെ നിറവേറ്റുന്നതിനായി കഠിന പീഡകളും കുരിശുമരണം കൂടെയും സഹിച്ചുവല്ലോ. കർത്താവെ, ഞങ്ങളും ഞങ്ങൾക്കുണ്ടാകുന്ന കുരിശുകളായ സങ്കടങ്ങൾ എല്ലാം നല്ല ക്ഷമയോടും സന്തോഷത്തോടും കൂടി സഹിക്കുവാൻ അനുഗ്രഹം ചെയ്യണമേ. തിരുഹൃദയ പ്രാർത്ഥന. കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ്റെ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നേ ദിനം അനുദപിക്കുവാൻ മറന്നുപോകുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുമ്പസാരമെന്ന കൂദാശയിലൂടെ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ലഭിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നു, മേരി മഗ്ദലന അനുതാപത്തിൻ്റെയും സമുന്നത ധ്യാന പ്രാർത്ഥനയുടെയും അഥവാ പ്രണിധാനത്തിൻ്റെയും മാതൃകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ ഉടനടി അനുദപിക്കുക. മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക. പാപം വലുതാണെങ്കിൽ ഉടൻ കുമ്പസാരിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, വ്യക്തിപരമായി അനുഗ്രഹം പ്രാപിക്കാൻ നാം തീർച്ചയായും കുമ്പസാരിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആത്മാർത്ഥമായി കുമ്പസാരിക്കാം. അതുവഴി ആത്മീയവും ഭൗതികമായ നന്മകൾ സ്വന്തമാക്കുകയും ചെയ്യാം. കുമ്പസാരം അനുരഞ്ജനത്തിൻ്റെ കൂദാശയാണ്.